ഇപ്പോൾ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. നെന്മാറ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പുറത്തേക്ക് ഇറക്കുകയാണ് ചെന്താമരയെന്ന് മനസ്സിലാക്കുന്നു. കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെന്താമരയെ. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഹമ്മദ് ഷംസീർ ഉണ്ട്. ഷംസീർ, കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെന്താമരയെ. ഇനിയുള്ള പോലീസ് നടപടികൾ എങ്ങനെ? സൈഫു, 4:30 ഇറക്കുമെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് പ്രകാരം 4:30 തന്നെ പ്രതി ചെന്താമരയെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആലത്തൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് കോടതിയുള്ളത്. ഇവിടേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഈ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇനി മറ്റു നടപടികളൊന്നും തന്നെ കോടതിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് പൂർത്തിയാക്കാനില്ല എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ, 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല, അതിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കും. മജിസ്ട്രേറ്റിന്റെ ചേംബറിലായിരിക്കും ഹാജരാക്കുക എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചെന്താമരയെ കോടതിയിലേക്ക് എത്തിക്കും. എല്ലാ വൈദ്യപരിശോധനയും വിരലടയാളം രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് പൂർത്തിയാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നേരെ കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കോടതിക്ക് സമീപത്ത് തന്നെയാണ് ജയിലുമുള്ളത്. റിമാൻഡ് ആയാൽ സ്വാഭാവികമായും ആലത്തൂരിലെ ഈ ജയിലിലേക്കായിരിക്കും മാറ്റുക. ഒരു കൊടും കുറ്റവാളിയെയും കൊണ്ടുള്ള വാഹനമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊലപാതകം കഴിഞ്ഞ് 2019 അയൽവാസിയെ, സജിത എന്ന അയൽവാസിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ജയിലിലായി. അതിന് പിന്നാലെ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും 2 കൊലപാതകങ്ങൾ ഈ ചെന്താമര നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ അത്രമേൽ ക്രൂരമായ ഒരു ക്രൂരകൃത്യം ചെയ്ത, പക വെച്ച് പുലർത്തിക്കൊണ്ട് 5 കൊല്ലത്തിന് ശേഷം വലിയൊരു ക്രൂരകൃത്യം ചെയ്ത പ്രതിയെയും കൊണ്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്നത്. ഇന്നലെ മരിച്ച സുധാകരന്റെ പെൺമക്കൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനിയും പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് പേടിയാണ് എന്നുള്ള കാര്യം സുധാകരനും മറ്റു അയൽവാസികളും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ ഇനി ഇവിടെ സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഏതു തരത്തിലായിരിക്കും കോടതിയുടെ ഒരു സമീപനം എന്നുള്ളത് കൂടി പ്രധാനമാണ്. ഇന്ന് പ്രാഥമികമായി റിമാൻഡിലാവുക എന്നുള്ള നടപടിയാണ് ഉണ്ടാവുക. 2 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പിനും മറ്റുമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അത് ഒരു പ്രതിഷേധം അടങ്ങാൻ വേണ്ടി കൂടി ചെയ്യുന്ന കാര്യമായിരിക്കും. അവധി ദിവസമല്ലാത്തൊരു ദിവസമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം നമ്മൾ ഇന്നലെ കണ്ടതാണ് നെന്മാറയിലെ വലിയ പ്രതിഷേധവും ജനരോഷവും എല്ലാം തന്നെ. തങ്ങളുടെ നാട്ടിൽ പട്ടാപ്പകൽ 2 പേരെ വെട്ടിവീഴ്ത്തിയ ഒരു, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നൽകുന്ന ദൃശ്യങ്ങൾ കോടതിയിലേക്ക് കയറ്റുന്നതാണ്. അപ്പോൾ ആ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെന്താമരയെ. ഷംസീർ, നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും കുടുംബത്തിനുമൊക്കെ വലിയ ഭയവും ഭീതിയും ഒപ്പം വലിയ അരിശവും രോഷവും ഒക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ ഇദ്ദേഹത്തെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്ത് വേണം എന്നൊക്കെ ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കണ്ടതുമാണ്. ഇന്നിപ്പോൾ ഈ ഇദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇറക്കുമ്പോഴോ ഇപ്പോൾ കോടതിയുടെ പരിസരത്തോ ഒന്നും നാട്ടുകാരുടെ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ രോഷപ്രകടനമോ ഒന്നും കാണുന്നില്ല. എങ്ങനെ വായിക്കേണ്ടതുണ്ട് അതിനെ? സൈഫു, ഇന്നലെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിസരത്തായിരുന്നു വലിയ ജനരോഷം ഇരമ്പിയത്. അതിന് കാരണം ഈ ചെന്താമര ഈ ക്രൂരകൃത്യം ചെയ്തത് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ്. സ്വാഭാവികമായും അങ്ങനെയൊരു കൊലപാതകി പിടിയിലാകുമ്പോൾ ആളുകൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ആർത്തിരമ്പി എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നാട്ടിൽ പട്ടാപ്പകൽ ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ 2 പേരെ കൊന്നു തള്ളുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, ഈ കൃത്യമായി ചെന്താമര ഭീഷണി മുഴക്കിയിരുന്നു, കൊലവിളി മുഴക്കിയിരുന്നു എന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നുള്ള രോഷം. ഇതിൽ രണ്ടാമത്തെ രോഷമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ കണ്ടത്. ഡിസംബർ 29-ാം തീയതി
ഈ നേരത്തെ മരിച്ച അതായത് ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെ കുടുംബം തന്നെ, മക്കൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതാണ്. ചെന്താമരയുടെ ഭാഗത്തിരുന്ന് ഭീഷണിയുണ്ട് എന്ന്. നേരത്തെ തങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം ഒന്നും ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ വലിയ ഭീഷണി ചെന്താമരയുടെ ഭാഗത്തിരുന്നുണ്ട് എന്നും രേഖാമൂലം തന്നെ ഡിസംബർ 29 നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താണ്. എന്നാൽ ഒരു തരത്തിലുള്ള നടപടിയും മുൻകരുതലും പോലീസിന്റെ ഭാഗത്തിരുന്നുണ്ടായില്ല. കേവലം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിടുകയായിരുന്നു. അതിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കുള്ളിൽ കയറാൻ ചെന്താമര തയ്യാറായില്ല, കോമ്പൗണ്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഈ കോമ്പൗണ്ടിൽ വന്നു നിന്ന ചെന്താമരയെ അങ്ങോട്ട് പോലീസ് ചെന്ന് താക്കീത് ചെയ്ത് വിടുക മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും അലംഭാവം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇന്നലെ വലിയ ജനരോഷം നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ കണ്ടത്. അത് പോലീസിന് ഒരു ഘട്ടത്തിൽ നിയന്ത്രിക്കാവുന്നതിനും അപ്പുറമാവുകയും പെപ്പർ സ്പ്രേ വരെ പ്രയോഗിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു പ്രതിഷേധം ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇന്നലെ അർദ്ധരാത്രി മാധ്യമങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 5 വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയും അതിലൊന്നിൽ ചെന്താമരയെ ഇരുത്തി പൊടുന്നനെ ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തത്. അതിന്റെ പോലീസ് ഉദ്ദേശിച്ച ഫലം ഇന്നുണ്ടായി എന്ന് തന്നെ പറയണം. കാരണം ആലത്തൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇന്ന് ഉണ്ടായിരുന്നില്ല. അത് ഈ നാട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള പോലീസ് സ്റ്റേഷനാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു പ്രതിഷേധം ഇന്ന് ഈ പരിസരത്ത് ഉണ്ടാകാതിരുന്നത്. അതേസമയം തന്നെ നാട്ടിൽ ഇപ്പോഴും വലിയ രോഷം പോലീസിനെതിരെയും ഈ പ്രതിക്കെതിരെയും ഉണ്ട് എന്നുള്ളത് കൂടി വാസ്തവമാണ്.